ഞാൻ മൂലഗാവിലെ ഒരു ഷോപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ഏകദേശം ഒരു 7 മാസത്തോളമായി ഞാൻ ഈ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ എന്താ പറയുക ഒരു ലോണിന് വേണ്ടി നടക്കുന്നു. ഞാനിവിടെ ആദ്യം സമീപിക്കുമ്പോൾ ഛത്തീസ്ഗഡ് സ്വദേശിയായ ഒരു നല്ല മാനേജറായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങൾ ലോൺ തരാം 12 ലക്ഷം രൂപ, ഇത്രയും പ്രോപ്പർട്ടിക്ക് ഉള്ളതല്ലേ, നിങ്ങൾ ഇത്രയും വലിയ നല്ലൊരു പ്രോജക്റ്റായിട്ടല്ലേ വന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ എല്ലാ പേപ്പേഴ്സും ഞാൻ റെഡിയാക്കി. ഏകദേശം ലോൺ എനിക്ക് തരാനായ സമയമാകുമ്പോഴത്തേക്കും ലീഗൽ പ്രൊസീജിയർ അദ്ദേഹം പറഞ്ഞ എല്ലാ പേപ്പേഴ്സും കൊടുത്തു. എന്തൊക്കെയോ സംഭവവികാസങ്ങൾ ബാങ്കിലുണ്ടായിട്ട് ബാങ്കിൻ്റെ മാനേജർ മാറി. ആന്ധ്രയിൽ നിന്നുള്ള ഒരു ചെറുപ്പക്കാരനായ മാനേജർ വന്ന് ചാർജ് എടുത്തു. അപ്പോൾ ഞാൻ അത് തന്നെ അറിയുന്ന 2 ആഴ്ച കഴിഞ്ഞിട്ടാണ്. ഞാൻ വീടിൻ്റെ പണിയുടെ ഓരോരോ പറമ്പിലെ പണികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ ചെന്നു, മാനേജർ വെരി സ്മാർട്ട്. അദ്ദേഹം പറഞ്ഞു, ഓക്കെ സാർ ഒന്ന് ഫ്രീ ആകുമ്പോൾ വരൂ, പിന്നെ ഞാൻ സാറിൻ്റെ കൂടെ വരാം, നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് സൈറ്റൊക്കെ സന്ദർശിച്ചു. അദ്ദേഹം തിരിച്ചു പോന്നു. ഹാപ്പിയാണോ എന്ന് അറിഞ്ഞുകൂടാ. പിന്നെ അത് കഴിഞ്ഞ് അപ്പോൾ വീട് പണി നിർത്തി വെച്ചിരിക്കുകയാണ്. ഞാനിതുവരെ 1 രൂപയുടെ കടബാധ്യത എനിക്കില്ല. ഉള്ളതെല്ലാം ഞാൻ എൻ്റെ വീട് വിറ്റിട്ട് വീട്ടിയിട്ട് ബാലൻസ് ഉള്ള പൈസയാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് ചിലവാക്കിയത്. ഞാൻ കഴിഞ്ഞ 30 വർഷമായിട്ട് ഇന്ത്യയിലെ വിവിധ പത്രങ്ങളിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ നമ്മളുടെ നാട്ടിൽ കുറച്ച് സ്ഥലം അച്ഛൻ്റേതായിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് ഒരു പിന്നെ എന്താ പറയുക, എന്തെങ്കിലും ചെയ്യണം ഈ നാട്ടിലെ കുട്ടികൾക്ക് കൂടി. കാരണം എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഫോട്ടോ ജേർണലിസ്റ്റിൽ കടന്നു വരാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ നടത്തിച്ചിട്ട് അവസാനം 100 നൂലാമാലകൾ പറഞ്ഞ് ഒരുപാട് പേപ്പേഴ്സ് ഉണ്ടാക്കി. ഇവരുടെ അഡ്വക്കേറ്റിൻ്റെ അഡ്വക്കേറ്റ് പോലും ഇത് സാങ്ഷൻ ചെയ്തു. എന്നിട്ടും ഈ മാനേജർ ലോൺ തരില്ല എന്ന് പറഞ്ഞ് വിവിധ പേപ്പേഴ്സ് എന്നെക്കൊണ്ട് വീണ്ടും ഉണ്ടാക്കിച്ചു. 3 ലക്ഷം രൂപയുടെ വരുമാന സർട്ടിഫിക്കറ്റ് പോലും ഉണ്ടാക്കിക്കൊടുത്തു. അപ്പോൾ അവസാനം ഞാൻ തീരുമാനിച്ചു, ഇതിങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. ഇത്തരത്തിൽ ഒരുപാട് പ്രോബ്ലംസ് ഈ ബാങ്കിൽ നടക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഈ ബാങ്കിൽ നിന്നല്ല, ഗ്രാമീൺ ബാങ്കിലും അതേപോലെ തന്നെ ഉള്ള പല ബാങ്കുകളിലും എനിക്ക് ജനങ്ങളിൽ നിന്നായിട്ടും പല വിധത്തിൽ പല കാര്യങ്ങളും ഒരു ഫോട്ടോ ജേർണലിസ്റ്റ്, പ്രത്യേകിച്ച് ഞങ്ങളൊരു ഇൻവെസ്റ്റിഗേഷൻ വിങ് ആയിരുന്നു ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ. ഞാൻ PA രാജീവ്, NP ചെക്കുട്ടി, അങ്ങനെയൊക്കെയുള്ള NP ചെക്കുട്ടിയേട്ടൻ പൊളിറ്റിക്സാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ സംഗതികളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവിടെ വരുന്ന പശുവിനെ പിടിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ നടക്കുന്ന കർഷകർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഈ ബാങ്ക്, അല്ലെങ്കിൽ ഒരു പുതിയൊരു സ്ഥാപനം തുടങ്ങുന്ന ആൾക്കുള്ളതാണ്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള പരിപാടികളാണ്. അനർഹരായ ആളുകൾക്ക് വേണ്ടത്ര പേപ്പേഴ്സൊന്നുമില്ലാതെ ലോൺ കൊടുക്കുക. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു വിദ്യാഭ്യാസ ലോണിന് ചെല്ലുകയോ അല്ലെങ്കിൽ പശുവിനെ വാങ്ങാനോ കോഴി വളർത്താനോ നൂതന സംരംഭങ്ങൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പുതിയ സംരംഭകർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് നമ്മളുടെ കേരളത്തിൻ്റെ ടൂറിസം മിനിസ്റ്ററും ഇന്ത്യൻ പ്രധാനമന്ത്രിയും എല്ലാം പറയുന്നത്. പക്ഷേ നമ്മളുടെ ബാങ്കുകൾ അതൊന്നും നടപ്പാക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിഞ്ഞത് വളരെ വൈകിയാണ്. ഒരുപാട് നൂലാമാലകളിൽ പെടുത്തുകയാണ്. സിബിൽ, ഇവിടുത്തെ ഈ അരവേർ വെട്ടി നടക്കുന്ന കർഷകരുടെ കയ്യിൽ എവിടെ നിന്നാണ് സിബിൽ ഉണ്ടാവുമെന്ന് അരചവ്വയുള്ളത്? അല്ലെങ്കിൽ തന്നെ നിങ്ങൾ പോയിട്ട് ഈ ടാറ്റ